ഈ മെത്രാൻ തിരഞ്ഞെടുപ്പ് പുരുഷഗാമിയെ അടുത്ത കാതോലിക്ക ആക്കുവാൻ ഇതിനോടകം വലിയ വിവാദമായി മാറിയ ഓർത്തഡോക്സ് സഭയിലെ തിടുക്കപ്പെട്ടുള്ള മെത്രാൻ തിരഞ്ഞെടുപ്പിനെതിരെയുള്ള വിവാദം പുകയുകയാണ്. ഓർത്തഡോക്സ് വിശ്വാസി സമൂഹം ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: തിടുക്കപ്പെട്ട് എന്തിനാണ് ഇത്രയും മെത്രാന്മാരെ, 4 മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നത്? ഈ മെത്രാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായി തിരഞ്ഞെടുത്ത മെത്രാന്മാർ പുരുഷഗാമികൾ, ഇവർ തിരഞ്ഞെടുത്ത ഫൈനലിസ്റ്റുകളാകട്ടെ അതിലും നികൃഷ്ടരായവർ. ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനെതിരെ വിശ്വാസി സമൂഹം കോട്ടയം മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ വിധി എന്തായാലും വിശ്വാസി സമൂഹം വളരെ ആകാംക്ഷയിലാണ്. കാരണം ഈ സഭയിൽ നാൾക്കുനാൾ വിശ്വാസി സമൂഹം കുറഞ്ഞു വരുന്നു. നിലവിൽ തന്നെ ഏതാണ്ട് 32 മെത്രാന്മാരുണ്ട്. വീണ്ടും എന്തിനാണ് 4 പേർ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഞങ്ങൾ നൽകിയിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന് ഈ പൈശാചിക സഭയെ നിയന്ത്രിക്കുന്നത് കാതോലിക്കയൊന്നുമല്ല, ഒരു ഡീപ് സ്റ്റേറ്റ് ആണ്, ഒരു വലിയ മാഫിയ സംഘമാണ് ഇന്ന് ഈ പൈശാചിക സഭയെ നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഇനി ഈ മത്തായി 3 എന്ന് പറയുന്ന കാതോലിക്കയ്ക്ക് അടുത്ത അധികം കാലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത നിയുക്തനായി വരേണ്ടുന്നത് ഇവരുടെ കൈപ്പിടിയിൽ, ഇവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. ഒരുപക്ഷെ കേരള ക്രൈസ്തവ സമൂഹ ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഒരു സർട്ടിഫൈഡ് പുരുഷഗാമി കാതോലിക്ക ആയി വരാൻ പോകുന്നത്. ഈ ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈ മാഫിയ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈശാചിക ചട്ടുകമായി അവർ മാറ്റുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷഗാമിയെയാണ്. ഈ കുണ്ടറപ്പണിക്കർ എന്നറിയപ്പെടുന്ന ഇയാളെ എങ്ങനെയും വരുന്ന നിയുക്തനാക്കണം, കാതോലിക്കയാക്കണം എന്ന ആ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് 4 മെത്രാന്മാരെ കൂടി വാഴിക്കാൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വോട്ടിംഗ് ഉണ്ടായാൽ, കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പൗലോസ് ദിദിയന്റെ കാലശേഷം സേവേറിയോസ് ആയിരുന്നയാൾ എങ്ങനെയാണ് കാതോലിക്ക ആയത്? ആ മെത്രാന്മാരുടെ ആ വട്ടമേശ സമ്മേളനത്തിൽ നടത്തിയ കുലുക്കിക്കുത്തിലൂടെയാണ്. മലങ്കര അസോസിയേഷനാണ് കാതോലിക്കയെ തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ കളങ്കിതരായ മെത്രാന്മാർ വട്ടത്തിൽ കൂടിയിരുന്ന് നടത്തിയ കുലുക്കിക്കുത്തിലൂടെയാണ് നിലവിലെ കാതോലിക്ക രംഗത്ത് വന്ന് നമുക്കറിയാം. ഇനി അടുത്ത ആ പദവിയിലേക്ക് വരേണ്ടുന്ന ഇവരുടെ വിശ്വസ്തനായ കുണ്ടറപ്പണിക്കരെ ആ പദവിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ തിടുക്കപ്പെട്ട് ഈ 4 പേരെ കൂടി ചുവന്ന നൈറ്റ് ഇടിയിപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് വിശ്വാസി സമൂഹം കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് സഭയുടെ നന്മയ്ക്കോ അതല്ലെങ്കിൽ സഭയുടെ ശ്രേയസിനോ ഒന്നും വേണ്ടിയല്ല. ഇത് കൈവെക്കുവാൻ ആ സിനഡിൽ ഈ പുരുഷഗാമിക്ക് വേണ്ടി കൈവെക്കുവാൻ 4 പേരുടെ കുറവുണ്ട്. ഒരു 4 പേരൂടെ ഉണ്ടെങ്കിൽ സേഫ് ആകും. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു മെത്രാൻ തെരഞ്ഞെടുപ്പ് നടത്തി, കുറേ എണ്ണത്തിനെ എടുത്തു. അവർ ഉദ്ദേശിച്ചു അതുകൊണ്ട് എല്ലാം ശരിയാകും. പക്ഷേ അതിൽ ഉദ്ദേശിച്ച 4 പേർ തങ്ങളുടെ പക്ഷത്ത് നിൽക്കത്തില്ല എന്ന് മനസ്സിലായിയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ടൊരു 4 കൂടി വാഴിച്ച് ഇറക്കാൻ പോകുന്നത്. യാതൊരു റിസ്ക്കും എടുക്കാൻ പാടില്ല ഇക്കാര്യത്തിൽ. കാരണം ലക്ഷക്കണക്കിന് കോടിയുടെ കച്ചവടമാണ്, അസറ്റാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. അതെല്ലാം കൈകാര്യം ചെയ്യുവാൻ കോട്ടയത്തെ കഞ്ഞിക്കുഴി ആസ്ഥാന കേന്ദ്രത്തിൽ ഇരുത്തി തങ്ങളുടെ ഇംഗിതങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ഇപ്രകാരം ഒരു ആൾ അവരുടെ കയ്യിൽ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഇപ്രകാരം ഒരു മെത്രാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസികൾ ഒന്നോർക്കുക, ഏതാണ്ട് 28ഓളം പേർ സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്നു. നിരവധി പേർ ആപ്ലിക്കേഷനൊക്കെ മേടിച്ചു. ഈ 28 പേരിൽ നിന്നും എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 6 പേരിലേക്ക് എത്തിയത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിൽ നല്ലവരായ കുറേ വൈദികരുണ്ടായിരുന്നു. അവരെല്ലാം സ്ക്രീൻഡ് ഔട്ടായി. ഈ 4 അതിൽ പ്രധാനി സാംജി എന്ന് പറയുന്നത് മലേഷ്യൻ വ്യവസായി ജോജോയുടെ നോമിനിയാണ്. എന്തു വില കൊടുത്തും സാംജിയെ
ആക്കുമെന്ന ഒരു ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ പറയുന്ന 6 പേരിൽ ഒരാളെങ്കിലും ഒരു നല്ല കൺവെൻഷൻ പ്രാസംഗികനുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ദൈവികമായ കഴിവുകളുള്ള, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മീയതയുടെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെങ്കിലും അറിയാവുന്ന ഒരാളെങ്കിലും ഈ 6 പേരുടെ ലിസ്റ്റിലുണ്ടോ? ഇല്ല. ഇതെല്ലാം ഓരോ പവർ ഗ്രൂപ്പിന്റെ, ഓരോ അരിപ്രാഞ്ചികളുടെ നോമിനികൾ, കളങ്കിതന്മാർ. ഇവരെ വിഷം കെട്ടിയാൽ ഈ സഭയ്ക്ക് ശ്രേയസ് ഉണ്ടാവില്ല. പക്ഷേ ഈ മാഫികൾക്ക് സിനഡിൽ കൈപൊക്കാൻ ഒരാളുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഈ മലങ്കര അസോസിയേഷൻ കൂടുക എന്നൊക്കെ പറയുന്നത് വെറും പ്രഹസനമാണ്. അതിനകത്ത് യാതൊരു സുതാര്യതയുമില്ല. ഇവർ ഉദ്ദേശിക്കുന്ന ആളെ എങ്ങനെയും വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി ഏത് ഹീനകൃത്യവും ഇവർ ചെയ്യും. ഓൺലൈൻ വോട്ടിംഗ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യാതൊരു മാനദണ്ഡങ്ങളുമില്ല. ഈ ഓഗസ്റ്റ് 27-ാം തീയതി മുളന്തുരുത്തിയിൽ നടക്കാൻ പോകുന്നത് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സഭയുടെ നാശത്തിൻ്റെ ഒരു തുടക്കമാണ്. കാരണം യാതൊരു വിലയുമില്ലാത്ത, കാൽ കാശിന് കൊള്ളാത്ത ഒരു 4 എണ്ണത്തിനെ ചുവന്ന നൈറ്റി ഇടിപ്പിക്കാൻ പോകുന്നു എന്നതിൽ കവിഞ്ഞ് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇതിന് വേണ്ട. മാഫിയകൾക്ക് കൈപൊക്കാനുള്ള 4 പേർ, അത്രയും മതി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.